ഓം ശാന്തി. ഓരോരുത്തരുടെ വിശേഷത സ്മൃതിയിൽ വെച്ച് വിശ്വസ്തരായി ഏകമത സംഘടന ഉണ്ടാക്കുന്ന സർവരുടെ ശുഭചിന്തകരായി ഭവിക്കട്ടെ. ഡ്രാമ അനുസരിച്ച് ഓരോരുത്തർക്കും ഏതെങ്കിലും ഒരു വിശേഷത തീർച്ചയായും പ്രാപ്തമാണ്. ആ വിശേഷതയെ കാര്യത്തിൽ ഉപയോഗിക്കുക. കൂടാതെ മറ്റുള്ളവരുടെ വിശേഷത കാണുക. പരസ്പരം വിശ്വാസം വെക്കുക. എങ്കിൽ അവരുടെ വാക്കുകളുടെ ഭാവം പരിവർത്തനമാകും. ഓരോരുത്തരുടെ വിശേഷത നോക്കുകയാണെങ്കിൽ അനേകരാണെങ്കിലും ഒന്നായിട്ട് കാണപ്പെടും. ഏകമത സംഘടനയാകും. ആരെങ്കിലും ആരുടെയെങ്കിലും നിന്ദനയുടെ കാര്യം കേൾപ്പിച്ചാലും അതിനെ ഇരിപ്പിടം കൊടുക്കുന്നതിനു പകരം, അതായത് സ്വീകരിക്കുന്നതിനു പകരം, കേൾപ്പിക്കുന്ന ആളുടെ രൂപം പരിവർത്തനം ചെയ്യുക. അപ്പോഴാണ് ശുഭചിന്തകർ എന്ന് പറയുക. ഓം ശാന്തി.